മഴ, മൂടൽമഞ്ഞ്, തണുപ്പ്. ആഹാ, ഇപ്പൊ നമ്മൾ എവിടെ പോകുന്നു എന്നല്ലേ? കേരളത്തിന്റെ സ്വന്തം കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം, നമ്മുടെ പൊന്മുടി. തകർത്ത് പെയ്ത മഴ കാരണം കുറച്ചു ദിവസം അടച്ചിട്ടെങ്കിലും ഇപ്പൊ വീണ്ടും റീഓപ്പൺ ആയിട്ടുണ്ട് 5-ാം തീയതി മുതൽ. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് കോടയാ. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ആളൊന്നിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ക്യാമറ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചോ, 70 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. മഴ കാരണം കുറച്ചുനാൾ അടച്ചിട്ടെങ്കിൽ എന്താ, വീണ്ടും തുറന്നിട്ട് തിരക്കിനൊന്നും ഒരു കുറവുമില്ല. പൊന്മുടി കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ടവറാണ്. ടവറിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ പൊന്മുടിയുടെ മൊത്തത്തിലുള്ള ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ അത് ക്ലോസ്ഡ് ആണ്, നമുക്കതിന്റെ മേളിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ കോടയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ടവർ കാണുന്നില്ല. ചോദിച്ചങ്ങ് പോയാൽ മതി. നമ്മൾ പോയപ്പോ കയറി ചെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു മഴ പെയ്തത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മഴ പെയ്യുമ്പോൾ ഉള്ള കാറ്റും കോടയും തണുപ്പും പാറി പറന്ന് നടക്കുന്ന ഫീലായിരുന്നു. ചെക്ക് പോസ്റ്റ് തുടങ്ങി അങ്ങെത്തും വരെ 22 ഹെയർ പിൻസ് ആണുള്ളത്. ഏകദേശം 16 കിലോമീറ്റർ ചുരമാണ്. ചുരത്തിൽ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റിയ നിങ്ങളുടെ ഭാഗ്യം. എന്തായാലും ഞങ്ങൾക്ക് ആ ഭാഗ്യമൊന്നും കിട്ടിയില്ല, നിങ്ങൾക്കേലും ഉണ്ടാവട്ടെ. ചുരം കയറി തുടങ്ങുമ്പോൾ തൊട്ട് നല്ല അടിപൊളി വ്യൂ ആണ് രണ്ട് സൈഡിലും. ഈ ഫുള്ള് കോട ആയതുകൊണ്ട് എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എടുത്ത വീഡിയോസ് ഒക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് നമുക്കറിയില്ല, ഫുൾ മഞ്ഞല്ലേ. ഈ മഴക്കാലത്ത് എല്ലാ പുഴകളും കുത്തിയൊലിച്ച് കലങ്ങി മറിഞ്ഞൊഴുകുമ്പോഴും നമ്മളെ കല്ലാറിലെ വെള്ളം നല്ല തെളിഞ്ഞ ഒഴുകുന്നത്. കാരണം നമ്മള് മലനിരകളിൽ നിന്ന് വരുന്ന നല്ല തെളിഞ്ഞ വെള്ളം മൊത്തം ഒഴുകി ചെല്ലുന്നത് ഈ കല്ലാറിലേക്കാണ്. പോകുന്ന വഴിക്ക് ഈ അരുവിയുടെ കുത്തി ഒഴുക്കും മലയിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും എല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി പൊന്മുടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പൊന്മുടി കടൽ നിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമായും ഇവിടെ ഇത്രയും കോട ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന സ്ഥലമാണ് പൊന്മുടി എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വിശ്വാസം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. കാണിക്കാരാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ജനവിഭാഗം. പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങളിൽ തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും ജോലി ചെയ്ത് വരുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ ശ്രീ പരശുരാമനാണ് ഈ മനോഹരമായ മലനിരകൾ കണ്ടുപിടിച്ചതെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഈ പൊന്മുടി കേരള തമിഴ്നാട് ബോർഡറാണ്. പൊന്മുടിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരം സിറ്റി എന്ന് പറയുന്നത് വിതുരയാണ്. ഏകദേശം 22 കിലോമീറ്റർ വരും. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഒന്നും നോക്കണ്ട, വിട്ടോ പൊന്മുടിയിലോട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു ട്രാവൽ വ്ലോഗുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് ഡേ.